കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും സഖാക്കൾക്കും കാക്കിയിട്ട സഖാക്കൾക്കും ഗുഡ് സർവീസ് കൊടുക്കരുത് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അവിടെ അവർക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ തന്നെ വല്ലാതെ പാടുപെടേണ്ടി വന്നല്ലോ. അതുകൊണ്ട് അവർക്ക് കരമൊഴിവാക്കിക്കൊണ്ട് വല്ല ഭൂമിയോ പൊൻപണമോ മറ്റോ നൽകിയാലും മതിയാവും. കപ്പിത്താന്റെ ചെവിയിൽ സന്തോഷ വാർത്ത അറിയിച്ച് സമാധാനിച്ച പരിചാരയ്ക്ക് ഒരു പൊന്മോതിരം കൊടുക്കാനും മറക്കരുത്. നമസ്കാരം. സംസ്ഥാനത്തെ കടം കയറ്റി പാതാള കുഴിയിലാക്കിയിട്ട പിണറായി വിജയനും 20 കൂട്ടുമന്ത്രിമാരും കൂടി 5 മാസമായി ക്ഷേമ പെൻഷൻ കിട്ടാത്ത മറിയക്കുട്ടിമാരെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് നടത്തിയ കോടികളുടെ ധൂർത്ത നവകേരള സർക്കിട്ട്. പിണറായി വിജയൻ എന്ന ചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായ മുഖ്യമന്ത്രിയെ ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും മാന്യമായ സമരമുറയായ കരിങ്കൊടി പ്രതിഷേധം പോലും എത്രമാത്രം വിരളി പിടിപ്പിക്കുന്നുവെന്ന് നമ്മൾ നേരിട്ട് കണ്ട ദിവസങ്ങൾ. സ്പെയിനിലെ കാളപ്പോരിനെ അനുസ്മരിപ്പിക്കുന്നത് പോലെയായിരുന്നു നവകേരള സർക്കിട്ടിലുടനീളം കരിങ്കൊടി പ്രതിഷേധത്തിൽ കണ്ടത്. പിണറായി വിജയന്റെ ആജ്ഞാനുവർത്തികളായ പോലീസുകാരും കിങ്കരന്മാരായ അംഗരക്ഷകരും ഭൂതഗണങ്ങളായ DYFI ഗുണ്ടകളും പ്രതിഷേധക്കാർക്കെതിരെ അഴിഞ്ഞാടിയതിനും കേരളം സാക്ഷ്യം വഹിച്ചു. പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഗുഡ് എൻട്രി നൽകാൻ തീരുമാനിച്ചുകൊണ്ട് പിന്നെയും പിണറായി പൊതുജനങ്ങളെ പല്ലിളിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നു. ഈ നടപടിയെ പരിഹസിച്ചുകൊണ്ട് നിഷ സോമൻ തെറ്റയിൽ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. KPCC അംഗവും മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയുമായ നിഷ സർക്കാരിൻ്റെ നെറികേടുകൾക്കും പിണറായി വിജയന്റെ കൊള്ളരുതായ്മകൾക്കും എതിരെ കുറിക്ക് കൊള്ളുന്ന വാക്കുകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നയാളാണ്. നിഷയുടെ പ്രതികരണത്തിലേക്ക്. കേരളത്തിൽ ഗുണ്ടകൾക്ക് ഗുഡ് സർവീസ് കൊടുക്കുന്ന ആദ്യത്തെ ഭരണാധികാരിയായിരിക്കും പിണറായി സഖാവ്. നവകേരള ദൂർത്ത് യാത്രയ്ക്കിടയിൽ നാട്ടുകാർ കൈവെക്കുന്നത് തടഞ്ഞതിന് നന്ദി കാണിക്കലെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുക എന്നതായിരുന്നു എന്ന് സത്യത്തിൽ ഇപ്പോഴാണ് പിടികിട്ടിയത്. തിന്നുമുടിച്ച് നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നിട്ടും പൗരജനങ്ങൾ മൊത്തം തെറി വിളിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ആലിബാബയെയും 21 അടിമക്കണ്ണുകളെയും കല്ലേറ് കിട്ടാതെ സംരക്ഷിച്ചതിന് രാജാവ് കൊടുത്ത ബഹുമതി ഉഗ്രനായി. പോലീസുകാരനായ അടിമകൾക്ക് മാത്രമല്ല, DYFI നേതാക്കന്മാർക്കും കൂടി ഇതുപോലെ എന്തെങ്കിലും കൊടുക്കാൻ തിരുവുള്ളം കനിവാകണം. അവർ ഒത്തിരി പാടുപെട്ട് തന്നെയാണല്ലോ ആലിബാബയെയും സംഘത്തെയും രക്ഷിച്ചത്. കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും സഖാക്കൾക്കും കാക്കിയിട്ട സഖാക്കൾക്കും ഗുഡ് സർവീസ് കൊടുക്കരുത് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അവിടെ അവർക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ തന്നെ വല്ലാതെ പാടുപെടേണ്ടി വന്നല്ലോ. അതുകൊണ്ട് അവർക്ക് കരമൊഴിവാക്കിക്കൊണ്ട് വല്ല ഭൂമിയോ പൊൻപണമോ മറ്റോ നൽകിയാലും മതിയാവും. കണ്ണൂരും കോഴിക്കോട്ടുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് കൂടിയ പോലീസുകാർക്കും സഖാക്കൾക്കും ആളാം വീതം ഓരോ ചെറിയ മാളികയോ ചെറിയ കൊട്ടാരമോ ഒക്കെ പണിതു കൊടുത്താലും നന്നായിരുന്നു. രാജാവിന്റെ കാലത്തെ രീതി ഇതൊക്കെയാണല്ലോ. അതിന് തിരുമനസ്സായിട്ട് വേണ്ടെന്ന് വയ്ക്കേണ്ട. പിന്നെ നാവ് കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ അറിയിച്ച സജി ചെറിയാൻ മാടമ്പിക്ക് 100 പറ നിലം കൊടുക്കാം. ദൈവത്തിന്റെ വരദാനത്തെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്ത് അനുഗ്രഹം മേടിച്ചു കൊടുത്ത വാസവൻ മാടമ്പിക്ക് ആയുഷ്കാലക്കാരം ഒഴിവാക്കാം, അല്ലെങ്കിൽ പട്ടുമളയും കൊടുക്കാം. ഇനി കപ്പിത്താന്റെ ചെവിയിൽ സന്തോഷ വാർത്ത അറിയിച്ച് സമാധാനിച്ച പരിചാരയ്ക്ക് ഒരു പൊന്മോതിരം കൊടുക്കാനും മറക്കരുത്. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പഴയ രാജാക്കന്മാരുടെ രീതികളെ. പിന്നെ നവകേരള യുദ്ധത്തിൽ സഹായിക്കാൻ കൂടിയ ഗൺഗുരുക്കൾക്കും അടിപിടി ചട്ടമ്പികൾക്കും ചുവപ്പ് സന്നദ്ധർക്കും ഒക്കെ ഓരോ പിൻവാതിൽ നിയമനം കൂടി കൊടുത്ത് പ്രസാദിപ്പിച്ചേക്കണം. പറ്റിയാൽ തിരുവനന്തപുരത്ത് AKG സെന്ററിന്റെ മുറ്റത്ത് നവകേരള യുദ്ധസ്മാരകം എന്ന പേരിൽ ഒരു മ്യൂസിയം തുറക്കണം. എന്നിട്ട് തോക്കിന്റെയും ഊരിപ്പിടിച്ച വടിയുടെയും അടിയിൽ കൂടി വരുന്ന രായാവിന്റെ ഒരു പ്രതിമയും കൂടി വെച്ചേക്കണം. മുറ്റായിരിക്കും.